ജനഹിതം 2025. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് NDA മുന്നണി സ്ഥാനാർത്ഥി മായാകുമാരി PR ആണ്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ വേളയിൽ പ്രചരണ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മറുപടിയും എത്രത്തോളമാണ്? വിജയസാധ്യത നമുക്ക് 100% നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു വിജയസാധ്യതയിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ വന്നത്. നമ്മൾ വീട് കയറി ഇറങ്ങുമ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിജയസാധ്യത 100% ഉള്ള ഒരു വാർഡാണിത്. നേരത്തെ BJP ഭരിച്ചിരുന്ന ഒരു വാർഡാണ്. ഇവിടുത്തെ മെമ്പറായിരുന്ന വിവരൻ ചേട്ടൻ ഇവിടെ പൊതുവായിട്ട് എല്ലാവർക്കും വളരെ ജനസമ്മതനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പല പദ്ധതികളും ഇവിടെ വരുത്താനും പല പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ട് ജനങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അവരുടെ അഭ്യർത്ഥനകൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ വാർഡിൽ ധാരാളം ചെറിയ റോഡുകൾ, ആ റോഡുകൾ നമുക്ക് നേരത്തെ തന്നെ വെട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ധാരാളം റോഡുകൾ വെട്ടിയിട്ടുണ്ട്. ആ റോഡുകൾ കോൺക്രീറ്റ് പണി ഏകദേശം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി പൂർത്തിയാകാത്ത ചില റോഡുകളുണ്ട്. ആ റോഡുകൾ ഇപ്രാവശ്യം നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നലാണ്, അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇലക്ഷൻ വേളയിൽ നമുക്ക് വിജയ സാധ്യത ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം, സംശയമില്ലാത്ത കാര്യമാണ്. നല്ല 100% നമുക്ക് വിജയസാധ്യതയുള്ളതാണ്. ഇനി മുമ്പ് ഇവിടെ 5 വർഷമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ നമ്മുടെ മെമ്പറും അദ്ദേഹത്തിന് കിട്ടുന്ന ഓണറേറിയം പോലും നാട്ടിലെ ഉള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ജനസമ്മതനായ ഒരാളാണ്. ആരുടെ കാര്യങ്ങളും ഏത് വീട്ടിൽ സന്തോഷമാണേലും സങ്കടമാണേലും നാട്ടിൽ എവിടെയെങ്കിലും ഏത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയസാധ്യതയുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അറിയാമല്ലോ, ഇത്ര കാര്യങ്ങൾ ഇവരെ ജയിപ്പിച്ചു വിടുവാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ 100% ഉറപ്പുള്ള ഒരു വാർഡാണ് നമ്മുടെ 11-ാം വാർഡ്. വിവരൻ ചേട്ടന് ഇവിടെ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ക്ഷേമ പ്രവർത്തനങ്ങളുമായി എത്തിയിട്ടുണ്ട്. നിരവധിയായ പുതിയ റോഡുകൾ പണിഞ്ഞിട്ടുണ്ട്. പുതിയ റോഡുകൾ വെട്ടുകയും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് സഹായമാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഓണറേറിയം അത് വളരെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഓണറേറിയം പോലും അദ്ദേഹം ഈ വാർഡിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ജനസമ്മതിയാണ്. അപ്പം അതിനകത്തൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന സംഗതി ഈ വാർഡിൽ എങ്ങും തന്നെ ഇല്ല. നമുക്ക് ഏത് വീട്ടിൽ ചെന്നാലും അവര് വിവരൻ ചേട്ടന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഇങ്ങോട്ട് വരിക പോലും വേണ്ട, എല്ലാം കൃത്യമാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് യാതൊന്നും പേടിക്കാനില്ല. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. തീർച്ചയായും വിജയിച്ചിരിക്കും. അപ്പൊ വികസനത്തിന് വേണ്ടിയിട്ടും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടി നമ്മുടെ 11-ാം വാർഡ് കാത്തിരിക്കുകയാണ്.